ഇപ്പോൾ ഇൻഡിഗോ കളർ പറയുമ്പോൾ ലോർഡ് ശങ്കർ, റെഡ് കളർ വരുമ്പോൾ ഹനുമാൻജി. ചില പ്രത്യേക ദോഷങ്ങൾക്ക് പരിഹാരം രക്തപുഷ്പാഞ്ജലി, അതായത് ചുവന്ന. എനിക്ക് ഇന്നലെ ഹാപ്പി ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അത് പോയി. പക്ഷെ അന്നൊന്നും അതിൻ്റെ വാല്യൂ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ അറിയില്ല. ഞാനത് പഠിപ്പിക്കുന്നുവെങ്കിലും എനിക്കത് അറിയില്ലായിരുന്നു. ഹീലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് ക്യൂറബിലിറ്റി ഉണ്ടാക്കാൻ പറ്റിയാൽ അതല്ലേ നല്ലത്. മാഡം നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ മുദ്രകളെക്കുറിച്ച്, ഒരു മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡിനെ പീസ്ഫുൾ ആക്കാൻ പറ്റും, സന്തോഷമായിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനോടൊപ്പം നമ്മൾ ചില കളറുകൾ, വർണ്ണങ്ങൾ അതും കൂടെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിനൊരു പൂർണ്ണതയെത്തുള്ളൂ. അപ്പം അതുമാത്രമല്ല, ഇനിയും വരുന്ന മറ്റ് പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ കളറുകൾക്ക് ഇത്രയും പ്രാധാന്യം ന്യൂറോബെക്സ് കൊടുക്കുന്നത്? അത് കളേഴ്സ് ഹാവ് സം മെഡിസിനൽ വാല്യൂ ആൻഡ് സ്പിരിച്വൽ വാല്യൂ. അതായത് നമ്മളിപ്പോൾ മസിൽസ് ആൻഡ് ബോൺസ് റിലേറ്റഡ് മെഡിസിനൽ വാല്യൂ നോക്കാം. മസിൽസ് ആൻഡ് ബോൺസ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ബ്ലഡ് റിലേറ്റഡ് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയും റെഡ് കളർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാൻ പറയും. റെഡ് കളറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കഴിക്കാൻ പറയും. നമ്മളങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഹോളിസ്റ്റിക് പിന്നെ ഹീലിങ്ങിന് അത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഓക്സിജൻ സപ്ലൈ കുറവായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഗ്രീൻസ് കഴിക്കാൻ പറയാം. ഗ്രീൻ ആപ്പിൾ, ഗ്രീൻ ലീഫ്, പിന്നെ അങ്ങനെയുള്ള ഗ്രീൻ ആയിട്ട് ബന്ധപ്പെട്ട് കഴിക്കാൻ പറയാം. പിന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിക്കുന്നതിന് വേണ്ടി ഓറഞ്ച് നന്നായിട്ട് കഴിക്കാൻ പറയാം. ഓറഞ്ച് അപ്പോൾ അതൊരു മെഡിസിനൽ വാല്യൂ. അപ്പോൾ ആ കളറിന് പിന്നെ എന്താണ് മാഡം, കളർ മാത്രമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന? അതുകൊണ്ട് വിറ്റാമിൻ സി, നന്നായിട്ട് വൈറ്റമിൻസും എല്ലാം ഉണ്ട്. എന്താണ് സ്പിരിച്വൽ വാല്യൂ എടുക്കുമ്പോൾ ചില പർട്ടിക്കുലർ കളറ് ചില ഡേറ്റീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഡിഗോ കളർ പറയുമ്പോൾ ലോർഡ് ശങ്കർ ഭയങ്കര ശിവനുമായിട്ട് പ്രധാനപ്പെട്ടതാണ്. അതേപോലെ യെല്ലോ പറയുമ്പോൾ ലോർഡ് മഹാവിഷ്ണു വളരെ പ്രധാനപ്പെട്ടതാണ് യെല്ലോ കളർ വെച്ചിട്ട്. പിന്നെ എന്താണ് റെഡ് കളർ വരുമ്പോൾ ഹനുമാൻജി അല്ലെങ്കിൽ ദേവി. ഇത് രണ്ടുപേർക്കും റെഡ് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ദേവിക്കും ഹനുമാൻ സ്വാമിക്ക്. അതേപോലെ നമുക്ക് ഭക്തിയിൽ പറയും ദേവിക്ക് ചുവന്ന പിന്നെ പട്ടുസാരി കൊടുക്കാൻ പറയും. ഗ്രീൻ പട്ട്, രണ്ടിനും എഫക്റ്റ് വേറെയാണ് കേട്ടോ. കൊടുക്കാൻ പറയും. ഗ്രീൻ പട്ടുസാരി ഉണ്ട്, മറ്റേ ചുവന്ന പട്ടുസാരി കൊടുക്കാൻ പറയും. പിന്നെ ഗ്രീൻ ലവിൻ്റെ കളറാണ്, പ്രോസ്പെരിറ്റിയുടെ കളറാണ് ഗ്രീൻ. പിന്നെ എന്താണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ പോയി കഴിഞ്ഞാൽ രക്തപുഷ്പാഞ്ജലിയുണ്ട്, കുങ്കുമാർച്ചനയുണ്ട്. ചില പ്രത്യേക ദോഷങ്ങൾക്ക് പരിഹാരം രക്തപുഷ്പാഞ്ജലി, അതായത് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട്, രക്തപുഷ്പം എന്ന് പറയുന്നത് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് തന്നെ അവിടെ പിന്നെ എന്താണ് ഇത് അർച്ചന ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ കുങ്കുമാഭിഷേകം, അതും റെഡാണ് ഉദ്ദേശിക്കുന്നത്. ഈ റെഡൊക്കെ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്കാണ് അത് അമ്പലത്തിനകത്ത്. അവിടെ നമ്മൾ കുങ്കുമാർച്ചന ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്കാണ് കയറുന്നത്. നമ്മുടെ മനസ്സിനെയാണ് അത് ശക്തിശാലിയാക്കുന്നത്. മനസ്സിൻ്റെ ഒരു ഭാഷ, ഇതിനെല്ലാക്കാലം ഉപരി മനസ്സിൻ്റെ ഒരു ഭാഷയാണ് കളറെന്ന് പറയുന്നത്. ഈ നമ്മുടെ മൈൻഡ് മാറിയാലും നമുക്ക് ഇത്ര കളർ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുമോ? ഇപ്പം നമ്മുടെ ഒരു മൈൻഡ് മാറിയിരിക്കുന്നു, ഇപ്പം ബ്ലാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇരുണ്ട ഒരു സംഭവമായിട്ട് എൻ്റെ തോന്നലാണ്, എൻ്റെ ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഇരുണ്ട സംഭവം, അപ്പോൾ അയാളുടെ മനസ്സോ അയാൾ ചിന്തിക്കുന്നതൊക്കെ ഒരു ബ്ലാക്കിഷ് സെറ്റപ്പിലായിരിക്കുമോ? മീൻസ് ഒരു ലോ ലെവൽ എനർജി ആയിരിക്കും. എനർജിയായിട്ട് മീൻസ് ആള് ചിന്തിക്കുന്നത് ലോ ലെവലിലുള്ള തോട്ട്സ് ആയിരിക്കും ആളുടെ ഉള്ളിൽ വരുന്നത്. എനർജി എത്രത്തോളം ഹൈ ആവുന്നോ അതിനനുസരിച്ച് ആളുടെ പിന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും, സ്കിൽസ് മാറും, ആളുടെ എല്ലാ ആക്ടിവിറ്റീസും അതിനനുസരിച്ച് ആളുടെ ഐഡൻറ്റിറ്റി തന്നെ മാറും. നമ്മളിപ്പോൾ അത് സംശയം, നമ്മളിപ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ, നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന കളേഴ്സ്, അതൊക്കെ ഇപ്പം ഈ ഫ്ലോറിൽ തന്നെ നമുക്കൊരു ഡാർക്കിഷ് സെറ്റപ്പ് ഉള്ളു. അപ്പം കാര്യം ആരാണോ ഇൻ്റർവ്യൂവർ അല്ലെങ്കിൽ ഇത് വരുന്ന ഗസ്റ്റിനെ ഒന്ന് പിന്നെ എടുത്തു കാണിക്കുക എന്നുള്ളതാണ്, പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കളറുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ നെഗറ്റീവാണോ പോസിറ്റീവാണോ ഒരു ഡാർക്ക് കളർ വരുന്നത്?
ഡാർക്ക് ഒരു പ്രൊട്ടക്ഷൻ്റെ കളറായിട്ട് പറയാറുണ്ട്. പറയാറുണ്ട്. അഥവാ നെഗറ്റീവ് വന്നാലും ഈ ഡാർക്കിൽ അത് അഫക്റ്റ് ചെയ്ത് നിൽക്കും, ബോഡിയിലേക്ക് പ്രവേശിക്കില്ല എന്ന് പറയും. അപ്പം നമ്മൾ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ നിരന്തരം ഒരു കളർ കാണുമ്പോൾ ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, നമ്മൾ അവിടെ നമ്മുടെ മൈൻഡ് അതിലേക്ക് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇടക്കാലം കൊണ്ടാണ് ഞാനത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയത്. എനിക്ക് ഭയങ്കര ക്ലാരിറ്റി വേണം. ഇപ്പോൾ റെഡ് എങ്കിൽ പ്യോർ റെഡ് ആയിരിക്കണം. അതിൻ്റെ ഇടയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു മീൻസ് ക്ലാരിറ്റി ഇല്ലാണ്ട് വരുന്നത് വളരെ ക്ലാരിറ്റി ആയി. അപ്പോൾ എനിക്കത് മനസ്സിലായി, എൻ്റെ മൈൻഡ് ക്ലാരിറ്റി ആവുന്നതനുസരിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ സെലക്ട് ചെയ്യുന്നതും ഒക്കെ വ്യത്യസ്തമാവുകയാണ്. നമ്മുടെ പുറകെ തന്നെ 1-2 ചിത്രങ്ങളുണ്ട്, അതിലൊരു മിക്സർ കളർ സംഭവമുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊരു വ്യക്തത ഇല്ലായ്മ ഉണ്ടെന്നുള്ള ധാരണ ഉണ്ടാവുമോ നമ്മൾ സ്ഥിരം കാണുമ്പോൾ? ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു അവ്യക്തത ഉണ്ടാവും. അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും. നമ്മുടെ ലൈഫിനെ ബാധിക്കുമെന്ന് വെച്ചാൽ അത് ചിത്രങ്ങളുടെ അല്ലേ, ലൈഫിലും അങ്ങനെ അത് ഇഷ്ടപ്പെടും. ചിലർക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്രൈറ്റ് കളറാണ് ഇഷ്ടം, ചിലർക്ക് ബ്രൈറ്റ് ഇഷ്ടമല്ല, വളരെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കളറായിരിക്കും ഇഷ്ടം. അവരുടെ മൈൻഡ് ആ ഒരു എനർജി ലെവൽ അതാണ്. ചില ചിത്രങ്ങൾ ചിലർ വരച്ചു വയ്ക്കുന്നത് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും, നമുക്ക് ആർക്കും നോക്കിയാൽ ആ ചിത്രത്തിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ചിലർ വരച്ചു വയ്ക്കുന്നത് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അയാളുടെ ഉള്ളിലുള്ള ഐഡിയ ആണ് അത് വരച്ചു വെച്ചത്, അത്രേ ഉള്ളൂ. അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട. പക്ഷേ കളർ നമ്മുടെ മൈൻഡുമായിട്ട് റിലേറ്റഡ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റെഡ് പറയുമ്പോഴത്തേക്ക് ഇപ്പം ന്യൂറോബിക്സിൽ റെഡ് കളറ് നമ്മൾ വിഷ്വലൈസേഷൻ പറയുന്നത് ബോൺസ് ആൻഡ് മസിൽസിൻ്റെ പവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ റെഡ് പിന്നെ ഓറഞ്ച് പറയുന്നത് ഓറഞ്ച് കളർ വിഷ്വലൈസേഷൻ അതിൻ്റെ പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സ്കിൻ ആൻഡ് ബ്ലഡ് റിലേറ്റഡ് പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ യെല്ലോ പറയുന്നത് ഹാപ്പിനെസ് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? പിന്നെ മെയിനായിട്ടുള്ളത് ഈ ന്യൂറോബിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂറോബിക്സ് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ നെർവസ് സിസ്റ്റം അതിൻ്റെ ഫങ്ഷൻസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. എല്ലാ ഹോർമോൺസിൻ്റെയും പ്രൊഡക്ഷൻ വർദ്ധിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഹാപ്പിനെസ് ഹോർമോൺസ് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാപ്പിനെസ് ഹോർമോൺ വേണം, നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് വേണം, ഹോർമോൺസ് വേണം, ഇല്ലെങ്കിൽ നമ്മൾ അതൊരു ഓപ്ഷൻ എടുക്കും അതുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ ഉള്ളിൽ തന്നെ ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ന്യൂറോബിക്സിൽ ജോയ്ഫുൾ ന്യൂറോബിക്സ് എന്ന് പറയുന്നത് അത് ചെയ്യിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹാപ്പി അല്ലാതെ ഇരിക്കുമ്പോൾ സമയത്ത് ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എനിക്കൊരു കമ്പനിയുണ്ട്. അപ്പോൾ എനിക്ക് അടുത്തൊരു പ്രൊഡക്ഷൻ തുടങ്ങണം. അപ്പം വേറൊരു ആളെ ചെന്ന് കണ്ട് മീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാശ് തന്നാലേ എൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ, ജോലിക്കാരുണ്ട്, ശമ്പളം കൊടുക്കണം, എനിക്ക് ജീവിക്കണം. അപ്പം ഞാൻ തലേദിവസം വരെ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല പോസിറ്റീവായിട്ടിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെയാണ് മീറ്റിംഗ് 10 മണിക്ക്. പക്ഷേ ഞാൻ രാവിലെ ഉറക്കം എണീറ്റത് മുതൽ എനിക്ക് മൂഡ് ഓഫാണ്. അപ്പോൾ എൻ്റെ എനർജി ലെവലെല്ലാം താഴ്ന്നു. അപ്പം ഞാൻ പിന്നെ ചെന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടിരുന്നു, കോൺഫിഡൻസും പോയി, എല്ലാം പോയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മൂഡ് മാറ്റാനായിട്ട് അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എനിക്ക് ഇന്നലെ ഹാപ്പി ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അത് പോയി. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് മാറി ആ മൂഡ് സ്വിങ്ങിനൊരു റീസൺ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പത്രം വായിച്ചപ്പോൾ കണ്ട എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്കൊരു കോള് വന്ന് ആരോ സംസാരിച്ച് എന്തോ ന്യൂസ് നമ്മളെ മൈൻഡിനെ അഫക്റ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതിൻ്റെ റീസൺ. പെട്ടെന്നുള്ള ഒരു മൂഡ് അപ്സെറ്റിന്, ഇമോഷണൽ അപ്സെറ്റിന് കാരണം എന്നുള്ളത്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്ത് നമ്മൾ തന്നെ മനസ്സിലാക്കിയ അതിനെ വേഗം തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി, എനിക്ക് സംതിങ് ഇമോഷണൽ ഇംബാലൻസ്. അതിന് ന്യൂറോബിക്സിൽ ആ ഒരു എനർജി റിലീസ് ചെയ്യുന്നതിന് നമ്മൾ എക്സർസൈസ് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ, ഇമോഷണൽ ബാലൻസിങ് ആണ്. ഇമോഷണൽ ബാലൻസിങ് ഫസ്റ്റ്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് ഷൗട്ട് ചെയ്യുന്ന അന്ന് തലേദിവസം വരെ ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര ഹാപ്പി, ഭാര്യ എടുത്തായിരുന്നു, സുഹൃത്തുക്കൾ നല്ല സംസാരം. പക്ഷെ അന്നത്തെ ദിവസം പെട്ടെന്ന് മൂടൊക്കെ മാറിയിട്ട് നമ്മൾ അവരുടെ ഷൗട്ട് ചെയ്യുക, കുടുംബ ബന്ധങ്ങളിൽ പോലും ചിലപ്പോൾ അത് വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. എക്സാം എഴുതുന്ന കുട്ടികൾക്ക് തലേദിവസം വരെ പഠിച്ചു, പക്ഷേ പെട്ടെന്ന് ചിലപ്പോൾ മറക്കുന്നു. ഞാൻ പറഞ്ഞ ചിലപ്പോൾ സ്വപ്നം കണ്ടതോ അല്ലെങ്കിൽ മേഡം പറഞ്ഞ പോലെ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് കുട്ടികൾക്കും മാറാൻ പറ്റും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ന്യൂറോബിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ
നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ട്. അതായത് പിന്നെ മൂഡ് സ്വിങ്സ്, ടയർഡ്നെസ്, ലാക്ക് ഓഫ് എനർജി, ബ്ലോട്ടിങ്, ജോയിൻറ്റ് പെയിൻസ്, ഹോർമോണൽ ഇംബാലൻസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ പെട്ടെന്നൊക്കെ കയറി വരുന്നതാണ്. ഇതിങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതിനെന്നും നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ പോയി കാണാനോ ഈ ചെറിയ കാര്യങ്ങൾക്ക് മെഡിസിൻ എടുക്കാനോ നമ്മൾ പോകില്ല. അതിന് വേണ്ടിയിട്ട് മെനക്കെടില്ല. പക്ഷെ അതാണ് ഏറ്റവും വലിയ നമ്മളുടെ ഡിസീസസും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിനും പോവില്ല. ശരീരത്തിന് എന്തെങ്കിലും വേദനയോ ഒക്കെ വരുമ്പോഴേ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുള്ളൂ. ഇതിനൊന്നും നമ്മൾ പോകില്ല. മൈൻഡ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ പോയി രണ്ടെണ്ണം അടിക്കുക, അല്ലെങ്കിൽ സന്തോഷം വന്നാലും രണ്ടെണ്ണം അടിക്കുക. ടെമ്പററി. അപ്പം ആ സമയത്ത് നമ്മൾ കഴിഞ്ഞു. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും ഇരട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് പിന്നെ ഈ നമ്മുടെ ഒരു ജോയ്ഫുൾ ന്യൂറോബിക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ന്യൂറോബിക്സ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ നമുക്കറിയാവുന്ന ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഈ ഡോപ്പമൈൻ മാത്രമല്ല, 4 എണ്ണം ഉണ്ട്. ഡോപ്പമൈൻ, സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്ന് പറയുന്ന 4 എണ്ണം ഉണ്ട്. ഈ 4 നമുക്ക് തരുന്ന റിസൾട്ട് ഡിഫറെൻ്റ് ആണ്. 4 ഫങ്ഷൻസ്, 4 റിസൾട്ട്, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പിന്നെ റിസൾട്ടും വേറെ ആയിരിക്കും. ഇപ്പോൾ ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്ലഷർ തരും, ഒരു സെൽഫ് മോട്ടിവേഷൻ തരും. അപ്പോൾ അതായിരിക്കും നേരത്തെ പറഞ്ഞത് ഉപയോഗിക്കുമ്പോൾ ഉള്ള നടക്കുന്നത്. ഈ സെറാട്ടോണിൻ നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ഫീലിംഗ് വരും, ഒരു വെൽനെസ് ഫീലിംഗ്. നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ്, ഏത് അവസ്ഥ കണ്ടാലും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. ചിലർ കണ്ടിട്ടില്ലേ, നല്ല ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഗെറ്റ് ടുഗദറോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോയാലും അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഹാപ്പി ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഉള്ളിൽ ഹാപ്പിനെസ്സിൻ്റെ യാതൊരു എനർജിയും ഇല്ല അവർക്ക്. പിന്നെ അതേപോലെ നമ്മുടെ എന്താണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്, അതിന് ശരിക്കും ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത്. ലവ് മീൻസ് അതൊരു സോഷ്യൽ ബോണ്ടിങ്ങും. പിന്നെ എൻഡോർഫിൻ എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ പെയിൻ കില്ലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യും, ഓട്ടോമാറ്റിക് അത് റെഡ്യൂസ് ചെയ്യും. ഒരു എന്താ പറയുക, ഒരു ഉല്ലാസം, സെൻസ് ഓഫ് എഫെയർ എന്നൊക്കെ പറയും, ഉല്ലാസബോധം എപ്പോഴും ഉണ്ടാകുന്നു. അങ്ങനെ ഈ 4 ഹോർമോൺസിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് ടോട്ടൽ ഒരു ഹാപ്പിനെസ് ഫ്ലോ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം ഡോപ്പമൈൻ മാത്രമോ ഒന്നുമല്ല. ഇപ്പം ഇതിപ്പം കഴിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞു ഇത് കഴിക്കുമ്പോൾ അത് ഓക്കെ ആവുന്നു. പക്ഷെ അത് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, ചിലപ്പം പ്രീവിയസിലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ എടുത്തിട്ട് സംസാരിക്കുന്നത്. അന്ന് ഞാൻ ചിലരുണ്ട് പിന്നെ മദ്യം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഹാപ്പിനെസ് കിട്ടിയ സംഭവമായിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഹാപ്പി ഹോർമോൺസിൻ്റെ ടോട്ടൽ ഫ്ലോ ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ആ ജോയ്ഫുൾ ന്യൂറോബിക്സിലൂടെ. അപ്പോൾ അത് ഇത് പറഞ്ഞ് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ ഓർഗൻസ് ഉണ്ട്, ഇൻറ്റസ്റ്റൈൻസ്, പാൻക്രിയാസ്, ലിവർ, ഇങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ എക്സർസൈസ് കൊടുക്കുമ്പോൾ ഈ ഓർഗൻസും കൂടി ആക്ടിവേറ്റ് ആവുകയാണ്. മനസ്സിലായി? അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ് ഈ ന്യൂറോബിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കുന്ന പോലെ അല്ല, അത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ അനുഭവം എടുക്കുക, റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡയബറ്റിക്കിൻ്റെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പോയി ചെക്കപ്പ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇത് ഒരു 7 ഡേയ്സോ അങ്ങനെ ആയിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു ഇൻസുലിൻ അത് ബാലൻസ് ചെയ്യാൻ തുടങ്ങി. വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹം അത് പറഞ്ഞു പോയി. പക്ഷെ അന്നൊന്നും അതിൻ്റെ വാല്യൂ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ അറിയില്ല. ഞാനന്ന് പഠിപ്പിക്കുന്നുവെങ്കിലും എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ആരടുത്ത് സംസാരിക്കുമ്പോഴും അവർക്ക് പ്രശ്നങ്ങളാണ്, ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ ഈ മെൻ്റൽ മൈൻഡിൻ്റെ ഇഷ്യൂസ്. ഇത് ശരിക്കും ഇതിൻ്റെ വേർഡ് തന്നെ സൈക്കോ ന്യൂറോബിക്സ് എന്നാണ്. സൈക്കോ ന്യൂറോബിക്സ് മൈൻഡ് റിലേറ്റഡ് സൈക്കോ ന്യൂറോബിക്സ് ആണ്. മീൻസ് ഇത് ഫിസിക്കൽ ബോഡിയും നമ്മുടെ മൈൻഡിൻ്റെയും കൂടെ ഫിറ്റ്നസ് കിട്ടിക്കഴിയുമ്പോൾ അത് ഡയറക്റ്റ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് പ്രാണിക് ബോഡിയാണ്. അപ്പം പ്രാണിക് ബോഡി അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ റൂട്ടാണ്. അപ്പോൾ ഈ പ്രാണിക് ബോഡി പിന്നെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കിയെല്ലാം ഓക്കെ ആവും, മൈൻഡ് ഓക്കെ ആവും. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊരു നല്ലൊരു സൊല്യൂഷനായിട്ട്. വാർദ്ധക്യകാലത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വാർദ്ധക്യകാലത്തിൽ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ടിപ്പിക്കലി ദ ഏജസ് ബിറ്റ്വീൻ 40 and 60, ഒരു മിഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഒരുപാട് ചേഞ്ചസ് ആണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മനസ്സിലാണ് സംഭവിക്കുന്നത് ആദ്യം. അപ്പോൾ അത് എന്താണ്, ഇമോഷണൽ
സൈക്കോളജിക്കൽ റിലേറ്റഡ് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ആ സമയം സംഭവിക്കുന്ന ലോ കോൺഫിഡൻസ്, അവനവനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരവസ്ഥ. ഞാൻ എന്തിനിത് ചൂസ് ചെയ്തു, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, എന്നെ ആരും സ്നേഹിക്കാത്തത് എന്താ, വളരെ സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോണത്. ഇത് മുതലാക്കുന്ന പിന്നെ ബയോളജിക്കൽ ചേഞ്ചസ് വരും, മുതലെടുക്കുന്ന ആളുകളും വരും. അതെ അതെ. ഈ ഗ്യാപ്പിനുള്ളിൽ ആരെങ്കിലുമൊക്കെ കുടുംബ ബന്ധങ്ങൾ മീൻസ് അവർ ചേഞ്ചസ് ഇഷ്ടപ്പെടുന്ന സമയമാണത്. ചേഞ്ചസ് ഇഷ്ടപ്പെടും. അവർ പുതിയ പുതിയ ഹോബീസ് കണ്ടുപിടിക്കാൻ നോക്കും. പിന്നെ എന്താണ് എന്തിനും അവർക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്ന ചേഞ്ച് വേണം. പുരുഷന്മാർക്ക് ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ബാലൻസ് ചെയ്യുന്നു. അവരെപ്പോഴും ഇപ്പം ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. അവരെപ്പോഴും ഡിപ്പെൻഡൻസി ആഗ്രഹിക്കുന്നവരാണ്. മീൻസ് ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഭർത്താവും ബിസി ആവുന്ന സമയത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഒരു ലേഡിയെ സംബന്ധിച്ച് അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് പാർട്ണറുമായിട്ട് സംസാരിക്കുമ്പം, ഇല്ലെങ്കിൽ പാർട്ണർ വരുമ്പോൾ അദ്ദേഹത്തോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, അദ്ദേഹത്തോട് പുറത്ത് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ ആണ്. ഇത് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പിന്നെ സ്ത്രീയാണെന്ന് വിചാരിക്കാം. ഈ ആളും സ്വാഭാവികമായിട്ട് ബിസി ആവില്ലേ? അയാൾ വരാൻ ചിലപ്പോൾ ലേറ്റ് ആവുന്ന, ആൾക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് ആകെ പ്രശ്നങ്ങളാവുന്നില്ലേ? അപ്പോൾ എന്തു പറയും, എന്നെ പഴയ ഇതുപോലെ ഇഷ്ടമല്ല, ആൾ മൈൻഡ് ചെയ്യുന്നില്ല, ആൾ സ്നേഹിക്കുക, ആളും ബിസിയായി. ഇപ്പം ഇത് നമ്മൾ ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ, ഹീലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, പിന്നെ ഡോക്ടേഴ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എന്താ പറയുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് ക്യൂറബിലിറ്റി ഉണ്ടാക്കാൻ പറ്റിയാൽ അതല്ലേ നല്ലത്, ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ നാളെ പാർട്ണറെ പ്രതീക്ഷിച്ചിരിക്കണ്ട, നമുക്ക് ഉള്ളിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റിയ അതല്ലേ നല്ലത്. തുടക്കത്തിൽ പറഞ്ഞല്ലേ എൻ്റെ ഉള്ളിൽ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക. അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഡോക്ടറിൻ്റെ പ്രൊഡക്ഷനിലൂടെ, അതായത് ഹോർമോൺ പ്രൊഡക്ഷനിലൂടെ ആ ഫാർമസി നമ്മൾ ഡെവലപ്പ് ആക്കുക. ഇതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴേ ന്യൂറോബിക്സിൽ ഒരു ബ്രെയിനിന് വേണ്ടിയിട്ടൊരു എക്സർസൈസ് കൊടുക്കുന്നുണ്ട്. ആ എക്സർസൈസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. നൈട്രിക് ഓക്സൈഡ്, ഈ നൈട്രിക് ഓക്സൈഡ് ശരിക്കും നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പിന്നെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസിന്, ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിന്, ഓക്സിജൻ ഡെലിവറിക്ക്, സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബെനിഫിറ്റ് തരുന്നതാണ് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. തീർച്ചയായും. ഇതൊക്കെ ഇത്തരം സംഭവങ്ങൾ എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും? ഡെയിലി ഒരു 30 മിനിറ്റ്സ്, അരമണിക്കൂർ ചെയ്യൂ. രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ചെയ്യാം. എപ്പോഴും നമുക്കിപ്പോൾ ഓഫീസിൽ പോയി അവിടെ എന്തെങ്കിലും ഇഷ്യൂ നടന്നോ, നമ്മൾ പിന്നെ എന്താണ് അപ്സെറ്റായി, ആ എനർജി നമുക്ക് റിലീസ് ചെയ്യണം. എങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റും? അപ്പം അവിടെ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ചെയ്യാം. വീട്ടിൽ വരുമ്പോൾ ചെയ്യാം. കൂടുതൽ സൈഡ് എഫക്റ്റും ഉള്ള കാര്യങ്ങളല്ല. എത്ര കാലം എടുക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട്? ഇല്ല, കൂടുതൽ സമയമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഞാൻ 7 days പിന്നെ ഇമോഷണൽ ഹീലിംഗ് ആയിരിക്കാം കൊടുക്കുന്നത്. ഇമോഷണൽ ഹീലിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ അപ്പോൾ ആളുടെ എന്താ പറയുക, പിന്നെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് അടങ്ങും. ചിലർക്ക് ക്ഷമയുണ്ടാവില്ല, ഇരിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല, കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. ഈ ഒരു എക്സർസൈസിലൂടെ നമ്മൾ ആളെ ഒന്ന് പീസ്ഫുൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ഇമോഷണൽ ബാലൻസിങ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ന്യൂറോബിക്സിലേക്ക് പോകുന്നത്. എന്നാലും ഒരു സമയം പറയാൻ പറ്റും. 21 days പ്രാക്ടീസ് ചെയ്യാം. 21 days കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ ഏതും 21 days ആകുമ്പോഴാണ് നമ്മളുടെ പിന്നെ ഉള്ളിലേക്ക് അത് ഒരു എഫക്റ്റ് ആവുന്നത്.